യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. എതിർപ്പ്, പീഡ ഇതൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് വരുന്നത് എന്താണെന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? സുവിശേഷം പ്രസംഗിച്ചതിനാൽ പീഡ അനുഭവിക്കുന്ന അനേക മിഷണറിമാരെ നമുക്കറിയാം. രക്തസാക്ഷിത്വം വരിച്ചവരെ പറ്റിയും നാം വായിച്ചിട്ടുണ്ട്. ഇവരെ എന്തുകൊണ്ട് ദൈവം അതിനായി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം എപ്പോഴെങ്കിലും സംശയിച്ചിട്ടില്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 1 മുതൽ 7 വരെ നാം വായിക്കുമ്പോൾ പത്രോസിനെയും യോഹന്നാനെയും മഹാപുരോഹിതന്മാരും കൂട്ടരും ബന്ധനത്തിലാക്കി എന്ന് നമുക്ക് കാണാം. 1 പത്രോസ് 4:12-13 വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ആദിമസഭയുടെ ആദ്യ ദിനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസും യോഹന്നാനും പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ സഭയോട് ചേർന്നു. യെരുശലേമിൽ ക്രിസ്തു ശിഷ്യന്മാർ കൂടി വരുന്നത് കണ്ട്, അവരുടെ വിശ്വാസം കണ്ട്, സാക്ഷ്യം കണ്ട് ജനം ദൈവത്തെ ഭയപ്പെടുകയും ഇവർ പറയുന്നത് സത്യം തന്നെയെന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നത് മതപ്രമാണിമാർ കണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു. കുറച്ചുനാൾ മുമ്പ് ഇതുപോലെ ജനത്തിനിടയിൽ അത്ഭുതം പ്രവർത്തിച്ച പുരുഷാരത്തെ കൂട്ടിവരുത്തിയ ഒരുവനായ യേശുവിനെ മതവും രാഷ്ട്രീയവും ക്രൂശിൽ തറച്ചു കൊന്നു. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഇപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പറയുന്നു. ഒരുവന് പകരം ഇതാ ഇപ്പോൾ 120 പേർ, പിന്നെ 3000 പേർ. അങ്ങനെ ഓരോ ദിവസവും ഈ മാർഗക്കാർ വർദ്ധിച്ചു വരുന്നു. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ തൻ്റെ ശിഷ്യന്മാരും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇവർ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ട് അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്തു. പുരോഹിതന്മാർ, പടനായകർ, സദൂക്യർ എന്നിവർ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ നേരെ ചെന്നു. ഇവർക്ക് അങ്ങനെ ചെയ്യാൻ കാരണം യേശുവിൻ്റെ ഉപദേശം ഈ ശിഷ്യന്മാർ പറഞ്ഞതുകൊണ്ടാണ്. രണ്ടാമത്തെ കാരണം മരിച്ചവരുടെ പുനരുത്ഥാനത്തെപ്പറ്റി പ്രസംഗിച്ചതുകൊണ്ടാണ്. ഉപദേശം പ്രസംഗിക്കുകയും വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്ത യേശുവിനെ ഈ കൂട്ടർ ക്രൂശിച്ചതാണ്. എന്നാൽ സദൂക്യർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ന്യായാധിപ സംഘത്തിൽ കൂടുതൽ പേരും സദൂക്യരായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു പുനരുത്ഥാനം ചെയ്തു എന്നത് ഗുരുതരമായ ഒരു ഉപദേശ പിശകായി അവർ ചിന്തിച്ചു. അതിനാൽ തന്നെ അവരെയും പിടിച്ചുകെട്ടി ഈ മാർഗത്തെ തുടച്ചു നീക്കുവാൻ അവർ കൂടിയാലോചിച്ചു. നമുക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വരുന്ന ഉപദ്രവം ആദ്യം നമ്മോട് കൂടെയുള്ളവരിൽ നിന്നാകാം. ഭവനത്തിലെ മറ്റുള്ളവർ, ബന്ധുക്കൾ, നല്ല ആളുകളെന്ന് നാം ചിന്തിച്ചു വച്ചിരുന്നവർ, മതനേതാക്കാർ എന്നിവയിൽ നിന്ന് തന്നെയാണ് ഈ പീഡനങ്ങൾ ആദ്യം വരുന്നത്. പിശാചിന് ആരെ വേണമെങ്കിലും നമുക്കെതിരെ ഉപയോഗിക്കാം. ഉപദ്രവമേൽക്കുന്ന നാം കഷ്ടമേൽക്കുന്നുവെങ്കിൽ അതിശയിക്കേണ്ട. ഇവിടെ ക്രിസ്തു ശിഷ്യർ ഒരു നിയമവും ലംഘിച്ചില്ല. ഒരു മനുഷ്യനെ സൗഖ്യമാക്കി, ഒരു പ്രസംഗം നടത്തി. ഈ കാരണങ്ങളാലാണ് അവർ ബന്ധനത്തിലായിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം ഇഷ്ടപ്പെടായിക. ഇവർ ജനത്തെ ഉപദേശിച്ചത് മതനേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമാണ് ദൈവം നൽകിയിരിക്കുന്നത്. പത്രോസും കൂട്ടരും പഠിപ്പിക്കുന്നതും ഇഷ്ടപ്പെട്ടില്ല. യഹൂദന്മാർ മശിഹായെ കൊന്നു എന്ന പരാമർശവും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നും സത്യം മനസ്സിലാക്കി അത് പഠിപ്പിക്കുന്ന, ഉപദേശിക്കുന്ന ഒരാളെയും സാത്താന് ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം അവരുടെ വളർച്ചയാണ്. പത്രോസും യോഹന്നാനെയും യേശുവിനെയാണ് പ്രസംഗിച്ചത്. യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നിട്ടും അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നേടിയതിനേക്കാൾ കൂടുതൽ ശിഷ്യന്മാരെ ഈ 12 ശിഷ്യന്മാർ ഇപ്പോൾ നേടിക്കൊണ്ടേയിരിക്കുന്നു. പെരുകുന്ന ജനത്തെ കണ്ട് അവർ ഭയപ്പെട്ടു. ഈ മാർഗക്കാരുടെ വളർച്ച അതിവേഗത്തിലായിരുന്നു. മൂന്നാമതായി ദുരുപദേശം. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ യേശുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് അവർ പഠിപ്പിച്ചത്. സദൂക്യർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നത് അവർ വിശ്വസിച്ചിട്ടില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കുക: യേശു നന്മ ചെയ്തു, എന്നിട്ടും അവനെ ക്രൂശിച്ചു. ദൈവഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാകുമെന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. ഇന്നും അത് തുടരുന്നു. പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് തടവിലാക്കി. പിറ്റന്നാൾ വരെ അവർ തടവിലായിരുന്നു.
ഇനി ഈ മാർഗം പ്രസംഗിക്കുന്നവർക്കുള്ള താക്കീതായി അവർ അതിനെ കണ്ടു. എന്നാൽ പത്രോസും യോഹന്നാനും അവിടം കൊണ്ട് ശുശ്രൂഷ നിർത്തിയില്ല. ഞാൻ യേശുവിനെ പ്രസംഗിച്ചു, ആത്മാഭിഷേകം പ്രാപിച്ച എന്നെ തടവിലാക്കി, ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് പണ്ടത്തെ പോലെ പടകുമെടുത്ത് തിരിഞ്ഞോടിപ്പോയില്ല പത്രോസ്. പ്രസംഗമധ്യേ പത്രോസിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടും വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ൽ അധികമായി എന്നെഴുതിയിരിക്കുന്നു. നോക്കൂ, എത്ര നല്ല വളർച്ച! തങ്ങളുടെ നേതാവ് അറസ്റ്റ് ചെയ്തത് കണ്ടിട്ടും ഈ മാർഗത്തിൽ നിന്ന് പിന്മാറിയില്ല ജനമൊന്നും. കാരണം സന്ദേശവാഹകരെ ബന്ധിക്കാം, മുറിവേൽപ്പിക്കാം, വധിക്കാം. എന്നാൽ സന്ദേശത്തെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വിശ്വസിച്ചവർ അനേകരായിരുന്നു. തടവിലാക്കുക എന്നത് ഇന്നും പിശാചിൻ്റെ തന്ത്രമാണ്. പ്രാർത്ഥനയ്ക്ക് പോകാൻ സമ്മതിക്കാതെ, വചനം കേൾപ്പിക്കാൻ സമ്മതിക്കാതെ പ്രശ്നങ്ങളിട്ട് പിശാച് പലരെയും ഇന്നും തടവിലാക്കുന്നു. എന്നാൽ അവയെ പൊട്ടിക്കാൻ, ഈ തടവറ പൊട്ടിക്കാൻ ഹൃദയത്തിൽ വിശ്വാസമുള്ളവർക്ക്, പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ കഴിയൂ. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രമാണിമാരും മൂപ്പന്മാരും എല്ലാവരും ഒന്നിച്ചുകൂടി. യേശുവിനെ ഒതുക്കാൻ, തകർക്കുവാൻ ഈ കൂട്ടർ ഒന്നിച്ചതുപോലെ തന്നെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ആശയപരമായും സ്ഥാനപരമായും വിവിധ നിലകളിലുള്ള ഇവർ ഇവിടെ പിന്നെയും ഒരുമിക്കുകയാണ് യേശുവിനെയും അനുയായികളെയും തകർക്കുവാൻ. ഇതൊക്കെ താൻ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. ലൂക്കോസ് സുവിശേഷം 21:12 പറയുന്നു, എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ തരമാകുമെന്ന്. സാധാരണക്കാർക്ക് കയറി ചെന്ന് സാക്ഷ്യം പറയാൻ കഴിയാത്ത സ്ഥാനത്ത് തൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ സാക്ഷ്യം പറയുകയാണ്. അത് യേശു മുന്നറിയിപ്പായി പറഞ്ഞിരുന്നു. അവസരങ്ങൾ ദൈവം ഒരുക്കി. ഒരു ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അകാരണമായി തടവിലേക്ക് വലിച്ചഴക്കപ്പെടുമ്പോൾ അതിനെതിരെ പോരാടുന്നതിന് പകരം ആ അവസരം പ്രയോജനപ്പെടുത്തുന്ന രീതി നാം ഇതിൽ നിന്ന് പഠിക്കണം. അകം കണ്ണുകൾ തുറന്ന് മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധിയിൽ ഒളിഞ്ഞിരിക്കുന്ന അവസരത്തെ കാണുവാൻ നമുക്ക് കഴിയട്ടെ. അവർക്കൊക്കെ അറിയേണ്ടത് ഒന്ന് മാത്രം: ഏതു ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തത്. ചോദ്യത്തിനുത്തരം പത്രോസിനും യോഹന്നാനും പറയേണ്ടതായി വന്നു. ഇതേ സ്ഥലം, ഇതേ ആൾക്കാർ, ഇതേ ചോദ്യങ്ങൾ നമ്മുടെ യേശു കർത്താവും അഭിമുഖീകരിച്ചിരുന്നു. ഇപ്പോഴിതാ തൻ്റെ ശിഷ്യന്മാരും ഇതേ ചോദ്യം അഭിമുഖീകരിക്കുന്നു. ഏത് ശക്തി എന്നത് ദൈവശക്തിയല്ലാതെ മറ്റെല്ലാം മന്ത്രവാദവും ആഭിചാരവും തുടങ്ങിയ പൈശാചിക ശക്തിയാണ്. അതിനാൽ മരണയോഗ്യമായ ശിക്ഷ ഇവർക്ക് കൊടുക്കുവാൻ ന്യായാധിപ സംഘത്തിന് കഴിയും. കാരണം യേശു ദൈവമെന്ന് അവർ അംഗീകരിച്ചിട്ടില്ല. ഏത് നാമം എന്നതുകൊണ്ട് ഏത് അധികാരം എന്നതാണ് അർത്ഥമാക്കുന്നത്. ഞങ്ങൾ അധികാരത്തിലിരിക്കെ നിങ്ങൾക്ക് ഈ അധികാരം എവിടെ നിന്ന്? നിയമവിരുദ്ധമായ അധികാരത്തെ നിയമത്താൽ ശിക്ഷിക്കാൻ ന്യായാധിപ സംഘത്തിന് കഴിയും. ഇതുപോലുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സാത്താൻ നിങ്ങൾക്ക് നേരെ പ്രയാസം വരുത്തുമ്പോൾ പ്രതികരിക്കേണ്ടതെങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ വാക്കിനാൽ നാം കുടുങ്ങിപ്പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജ്ഞാനത്തോടെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വികാരങ്ങളോ കോപമോ അമർഷമോ ഒന്നും അവിടെ ജയം തരികയില്ല. അവിടെ എങ്ങനെ മറുപടി പറയണം, എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. ആയതിനായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.